ഹലോ എവരി വൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിലെ ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക് എന്നുള്ളൊരു പാർട്ടാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 14 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക്. അപ്പോൾ നിങ്ങളിത് പഠിച്ചോ, ഷുവറായിട്ടും എക്സാമിന് ചോദിക്കും. അപ്പോൾ ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക്, നമ്മൾ ഓൾറെഡി കൺട്രോൾ ലോജിക്കിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെ ഏതൊക്കെ മെത്തേഡ് പ്രകാരം നമുക്ക് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് മെത്തേഡ്, അതുപോലെ PLA, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ്, 4 മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ 2 രീതിയിലുള്ള കൺട്രോൾ ലോജിക്കുകളാണ് നമുക്ക് ബ്രീഫായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക്കും ഒന്ന് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ലോജിക്കും. മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക്കും ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക്കുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക്? നമുക്കതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സോ ഇൻ എ ഹാർഡ് വയേർഡ് കൺട്രോൾ, ദ കൺട്രോൾ ലോജിക് ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ഫിക്സ്ഡ് ഹാർഡ്വെയർ കോമ്പണൻസ് വിച്ച് ഫോം എ സ്റ്റേറ്റ് മെഷീൻ. അപ്പോൾ നമ്മളൊരു കൺട്രോൾ ലോജിക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ കോമ്പണൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക് എന്ന് പറയാം. മൈക്രോ പ്രോഗ്രാംഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സീക്വൻസ് ഓഫ് പ്രോഗ്രാംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഹാർഡ്വെയർ കോമ്പണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദ സ്റ്റേറ്റ് മെഷീൻ ട്രാൻസിഷൻ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഓൺ ഈച്ച് ക്ലോക്ക് സൈക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ഇൻപുട്ട് ലൈക്ക് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കണ്ടന്റ്, കണ്ടീഷണൽ കോഡ്സ് ആൻഡ് എക്സ്റ്റേണൽ ഇൻപുട്സ്. നമുക്കത് ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു ഹാർഡ്വെയർഡ് ലോജിക് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഇതുപോലെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ജസ്റ്റ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോമ്പണൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇതിലെന്താണ്? ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉണ്ടാവും, ഒരു കൺട്രോൾ സർക്യൂട്ട് ഉണ്ടാവും, ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും. ആ കൺട്രോൾ യൂണിറ്റിൻ്റെ ഇൻപുട്ടുകൾ വരുന്നത് ഒന്ന് ക്ലോക്ക് സിഗ്നൽ എന്നുള്ള ഇൻപുട്ടും, അതുപോലെ തന്നെ സ്റ്റാറ്റസ് രജിസ്റ്റർ അല്ലെങ്കിൽ ഫ്ലാഗ് രജിസ്റ്റർ എന്നുള്ള ഇൻപുട്ടും, അതുപോലെ തന്നെ സിസ്റ്റം ബസ്സിൽ നിന്നുള്ള ഇൻപുട്ടുമാണ് ഈ ഒരു കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ബ്രീഫായിട്ടൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ തിയറി നോക്കാം. ദ കൺട്രോൾ സിഗ്നൽ വിച്ച് ഡിക്റ്റേറ്റ് ദി ഓപ്പറേഷൻ ഓഫ് ദി സിസ്റ്റം ആർ ജനറേറ്റഡ് ഡയറക്ട്ലി ബൈ ദി ഹാർഡ്വെയർ. അപ്പോൾ ഈ കൺട്രോൾ സിഗ്നൽസിനെ ഒരു ഹാർഡ്വെയർ ആണ് ഡയറക്ട്ലി ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക് എന്ന് പറയാം. ദിസ് അപ്രോച്ച് ഈസ് കോൾഡ് ഹാർഡ് വയേർഡ് ബിക്കോസ് ദ കൺട്രോൾ ലോജിക് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഫിസിക്കൽ വയറിംഗ് ആൻഡ് കണക്ഷൻസ് ഓഫ് ദി ലോജിക് ഗേറ്റ് ആൻഡ് കോമ്പണൻസ്. ഫിസിക്കലായിട്ടുള്ള ലോജിക്കൽ വയേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ കണക്ഷൻസും വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം? ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക് എന്ന് പറയാം. സോ ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക് ഇൻ കൺട്രോൾ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ദ ഡിസൈൻ ഓഫ് കൺട്രോൾ യൂണിറ്റ് ഇൻ എ പ്രൊസസ്സർ ഓർ ഡിജിറ്റൽ സിസ്റ്റം യൂസിങ് ഫിക്സ്ഡ് ലോജിക് സർക്യൂട്ട്. കോമ്പിനേഷൻ സർക്യൂട്ട് പോലത്തെ ഫിക്സ്ഡ് ലോജിക് സർക്യൂട്ട്സ് ആണ് നമ്മൾ കൺട്രോൾ ലോജിക് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക് എന്ന് പറയാം. ദീസ് കൺട്രോൾ സിഗ്നൽസ് ആർ ഡയറക്ട് ദി ഓപ്പറേഷൻ ഓഫ് CPU സച്ച് ആസ് ഡാറ്റ ട്രാൻസ്ഫേഴ്സ്, ALU ഓപ്പറേഷൻ ഓർ മെമ്മറി ആക്സസ്. അപ്പോൾ ഈ കൺട്രോൾ സിഗ്നൽസിൽ നിന്നാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫേഴ്സ് ചെയ്യുന്നത്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മെമ്മറി ആക്സസ് ചെയ്യുന്നത്. സോ ഹാർഡ് വയേർഡ് കൺട്രോൾ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ സിംപ്ലർ, ഫാസ്റ്റർ ആൻഡ് മോർ പ്രഡിക്റ്റബിൾ സിസ്റ്റംസ് സച്ച് ആസ് മൈക്രോ കൺട്രോളേഴ്സ് ഓർ എംബഡഡ് സിസ്റ്റം വെർ ദ കൺട്രോൾ ഫ്ലോ ഡസ് നോട്ട് റിക്വയർ ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഓർ അപ്ഡേറ്റ്സ്. ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ചേഞ്ചസോ അപ്ഡേറ്റോ വേണ്ടാത്ത ആപ്ലിക്കേഷൻസിൽ, അല്ലെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ മോഡിഫൈ ചെയ്യേണ്ടി വരില്ലേ ഇതിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ? ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ചേഞ്ചസോ അപ്ഡേറ്റ്സോ റിക്വയർഡ് അല്ലാത്ത കേസസിലൊക്കെ നമുക്ക് ഹാർഡ്വെയർ യൂസ് ചെയ്യാം. മറ്റതിലൊക്കെ നമ്മൾ മൈക്രോ പ്രോഗ്രാമാണ് യൂസ് ചെയ്യുക. കാരണം നമുക്ക് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഫിക്സ്ഡ് ഹാർഡ്വെയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിനെ ജനറലി എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഒന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മളൊരു ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക് വരയ്ക്കുന്നത്? ഓക്കെ, അപ്പോൾ ഈ ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്കിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട് അല്ലേ? ആ കൺട്രോൾ യൂണിറ്റിലേക്ക് നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും നോക്കൂ, ഇതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് അല്ലേ? ഈ കൺട്രോൾ യൂണിറ്റിലേക്ക് നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ദ ക്ലോക്ക് സിങ്കർണൈസസ് ദി ഓവറോൾ പ്രോസസ് ആൻഡ് ട്രിഗേഴ്സ് ഈച്ച് സ്റ്റേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സിങ്കർണൈസേഷൻ പെർഫോം ചെയ്യാനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ ക്ലോക്കുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ബേസിസിലാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ജനറലി ഒരു ഹാർഡ് വയേർഡ് കൺട്രോൾ ലോജിക്കിൻ്റെ സ്ട്രക്ചർ.
സോ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഒരു ക്ലോക്ക് ഇൻപുട്ടാണ്. ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ദ ക്ലോക്ക് സിങ്ക്രണൈസസ് ദ ഓവറോൾ പ്രോസസ് ആൻഡ് ട്രിഗേഴ്സ് ഈച്ച് സ്റ്റേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ. ഇതിനെയാണ് നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ചെയ്യുന്ന ഫെച്ച് ഇൻസ്ട്രക്ഷനാണ്. ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അടുത്ത പ്രോസസ്സ്. ഫെച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാം. ദ ഇൻസ്ട്രക്ഷൻ ഈസ് ഫെച്ച്ഡ് ഫ്രം മെമ്മറി ആൻഡ് ലോഡഡ് ഇൻ ടു ദി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഏതൊരു പ്രോസസ്സും ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്, ഇങ്ങനെ 4 പ്രോസസ്സുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു ഹാർഡ്വെയർ ലോജിക്കൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഫെച്ചിങ് ദി ഇൻസ്ട്രക്ഷൻ. ദ ഇൻസ്ട്രക്ഷൻ ഈസ് ഫെച്ച്ഡ് ഫ്രം മെമ്മറി ആൻഡ് ലോഡഡ് ഇൻ ടു ദി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അതിനെ ഫെച്ച് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് ലോഡ് ചെയ്യും? ഈ ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. അതിനുശേഷം നമ്മൾ ഡീകോഡിങ് എന്നുള്ളൊരു ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഫെച്ചിങ്ങിന് ശേഷം ഡീകോഡിങ് ചെയ്യും. ദ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഡീകോഡ്സ് ദി ഇൻസ്ട്രക്ഷൻ ആൻഡ് പാസസ് ദി റെലവൻറ്റ് ഇൻഫർമേഷൻ ടു കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇവിടെ 2 സ്റ്റേജുകൾ നമ്മളിവിടെ പറഞ്ഞു. ഒന്ന് ഫെച്ചിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. അതിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. ആ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഡീകോഡറും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ബേസ്. പിന്നെ നമുക്ക് വരുന്നത് ഫെച്ചിങ്ങും ഡീകോഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് അടുത്തത് കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അതിന് ജനറേറ്റിംഗ് കൺട്രോൾ സിഗ്നൽസ്. ദ കൺട്രോൾ യൂണിറ്റ് യൂസിങ് ഇൻഫർമേഷൻ ഫ്രം ദി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, സ്റ്റാറ്റസ് ഫ്ലാഗ്, സിസ്റ്റം ബസ്, generate control signal and dictate the operations such as loading data into register, performing arithmetic operations in the ALU or accessing memory via bus. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ പറയുന്നത് ഈ കൺട്രോൾ സിഗ്നൽസ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തിരിക്കുന്ന കൺട്രോൾ സിഗ്നൽസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് നമ്മൾ ഡീകോഡ് ചെയ്ത ഇൻഫർമേഷൻസിനെ, അല്ലേ? ദ കൺട്രോൾ യൂണിറ്റ് യൂസിങ് ഇൻഫർമേഷൻ ഫ്രം ദി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് നമ്മൾ ഫെച്ച് ചെയ്ത ഇൻഫർമേഷൻസ് ഡീകോഡ് ചെയ്തിട്ട് ഇതിലേക്ക് വരും. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഫ്ലാഗ്. സ്റ്റാറ്റസ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫ്ലാഗ് രജിസ്റ്റർ, അല്ലേ? അതുപോലെ തന്നെ സിസ്റ്റം ബസ്, ജനറേറ്റ് ദി കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ സിസ്റ്റം ബസ്സിൽ നിന്നുള്ള ഇതാണ്. സിസ്റ്റം ബസ്സിൽ നിന്നും ഫ്ലാഗ് രജിസ്റ്ററിൽ നിന്നും ഇൻപുട്ട് ക്ലോക്കിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ഫെച്ച് ചെയ്ത ഇൻഫർമേഷൻസ് എന്നുള്ള സിഗ്നലാണ് നോർമലി കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്നത്, അല്ലേ? പെർഫോം ദി അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇൻ ദി ALU ഓർ ആക്സസിങ് മെമ്മറി വയ ബസ്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോൾ സിഗ്നൽസ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ കൺട്രോൾ സിഗ്നൽ ദീസ് ആർ ഗോ ടു ദ രജിസ്റ്റർ, ദ ബസ് ആൻഡ് ALU എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, അല്ലേ? മാനേജിങ് എക്സ്റ്റേണൽ ഇൻപുട്സ്. എക്സ്റ്റേണൽ ഇൻപുട്സ് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ദ സിസ്റ്റം ബസ് ആൻഡ് സ്റ്റാറ്റസ് ഫ്ലാഗ് ക്യാൻ ഇൻഫ്ലുവൻസ് ദി കൺട്രോൾ സിഗ്നൽസ്, അലോയിങ് ഫോർ ഇവൻ ലൈക്ക് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് ഓർ കണ്ടീഷണൽ ഓപ്പറേഷൻ ബേസ്ഡ് ഓൺ ദി റിസൾട്ട് ഓഫ് പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുക. ഈ കൺട്രോൾ സിഗ്നൽസ് എന്നുള്ളത് നോർമലി നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഇൻപുട്സിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കൺട്രോൾ സിഗ്നൽസ് കിട്ടുക. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ് കേസിൽ എന്താണ് ഈ കൺട്രോൾ സിഗ്നൽസ് എന്നുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്താണ്. ഈ വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് മെത്തേഡ് എന്താണ്, ഈ വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡീകോഡർ വെച്ചിട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, PLA വെച്ചിട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്കൽ എങ്ങനെയാണ് നമുക്ക് ഇത് ജനറേറ്റ് ചെയ്യുന്നത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ വഴി നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യും. ആ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്തിട്ട് എക്സിക്യൂഷന് വേണ്ടി നമ്മൾ കൺട്രോൾ യൂണിറ്റിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്ന ഇൻപുട്ട് ഒന്ന് ഇത് ടേൺ ഓൺ ആവാനുള്ള ക്ലോക്ക് ഇൻപുട്ട്, പിന്നെ എനിക്ക് വരുന്നത് സിസ്റ്റം ബസ്സിൽ നിന്നുള്ള ഇൻപുട്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഫ്ലാഗിൽ നിന്നുള്ള ഇൻപുട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിൽ ഒരു കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഈ കൺട്രോൾ സിഗ്നൽസ് നമ്മൾ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിലേക്കും ബസ് സ്ട്രക്ചറിലേക്കൊക്കെയാണ് പാസ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഇതാണ് നോർമലി ഒരു ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്കിൻ്റെ സ്പെഷ്യാലിറ്റി. എല്ലാവർക്കും ഇതിൻ്റെ ബേസിക് ലോജിക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഈ ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഫങ്ഷണൽ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്കിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ദിസ് എക്സാമ്പിൾ ഡെമോൺസ്ട്രേറ്റ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസൈൻ അൽഗോരിതം. നമുക്കൊരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസൈൻ അൽഗോരിതംസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. വി സ്റ്റാർട്ട് ഫ്രം ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം ആൻഡ് പ്രൊസീഡ് ത്രൂ ദ ഡിസൈൻ ടു ഒബ്റ്റെയിൻ ദി കൺട്രോൾ ലോജിക് ഫോർ ദി സിസ്റ്റം. ദ ഡിസൈൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ 5 കോൺസിക്യൂട്ടീവ് സ്റ്റെപ്സ്. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് തന്നു സപ്പോസ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റിൽ പറയുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ബൈനറി ഫിക്സ്ഡ് പോയിന്റ് നമ്പേഴ്സ്. ഇങ്ങനൊരു എക്സാമ്പിളാണ് നമ്മൾ റെഫറൻസ് ടെക്സ്റ്റിൽ പറയുന്നത്. അതായത് ഒരു ഫിക്സ്ഡ് പോയിന്റ് നമ്പറിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും. സപ്പോസ് ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ബേസിക് എക്സാമ്പിൾ എങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക് വെച്ച് ചെയ്യാം. അപ്പോൾ ഏതൊരു പ്രോബ്ലം നമുക്ക് തന്നു കഴിഞ്ഞാലും അതിൻ്റെ
ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ പ്രോബ്ലം ഈസ് സ്റ്റാർട്ടഡ്. നമ്മൾ പ്രോബ്ലം എന്താണെന്ന് സ്റ്റാർട്ട് ചെയ്യണം. ദ ഇനീഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ ഈസ് അസ്യൂംഡ്. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ആ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ ഹാർഡ്വയർഡ് കൺട്രോൾ ലോജിക്കിൻ്റെ ഹാർഡ്വെയർ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഇനീഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻസ് എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ ഹാർഡ്വെയറിൻ്റെ ബേസിസിൽ നമ്മളൊരു അൽഗോരിതത്തിനെ ഫോർമുലേറ്റ് ചെയ്യണം. ആൻഡ് അൽഗോരിതം ഈസ് ഫോർമുലേറ്റഡ് ആൻഡ് ഫൈനലി ദ ഡാറ്റ പ്രോസസ്സർ പാർട്ട് ഈസ് സ്പെസിഫൈഡ്. അതിനുശേഷം നമ്മളതിൻ്റെ ഡാറ്റ പ്രോസസ്സിംഗ് സ്റ്റേജ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് നമുക്കൊരു ഹാർഡ്വയർഡ് കൺട്രോൾ ലോജിക്ക് ചെയ്യാൻ പറ്റുക. ആദ്യം നമ്മൾ പ്രോബ്ലത്തിനെ സ്റ്റാർട്ട് ചെയ്യണം, അതിൻ്റെ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻസിന് അസ്യൂം ചെയ്യണം, അൽഗോരിതം ഫോർമുലേറ്റ് ചെയ്യണം, അതിനുശേഷം ഡാറ്റ പ്രോസസ്സർ പാർട്ട് സ്പെസിഫൈ ചെയ്യണം, ഫൈനലി നമ്മളതിൻ്റെ കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് ഒരു ഹാർഡ്വയർഡ് കൺട്രോൾ ലോജിക്ക് കടന്നു വന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സിലബസിൽ പറയുന്ന ഒരു കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാർഡ്വയർഡ് കൺട്രോൾ ലോജിക്ക് എന്ന് മാത്രം ചോദിച്ചാലും 14 മാർക്കിന് ചോദിച്ചാലും ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഹാർഡ്വയർഡ് കൺട്രോൾ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഇതാണ്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ബൈനറി ഫിക്സ്ഡ് പോയിന്റ് നമ്പേഴ്സ്. ബൈനറി ഫിക്സ്ഡ് പോയിന്റ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും, ഇതാണ് നമുക്ക് ജനറലി ചെയ്യാനുള്ള ഒരു പ്രോബ്ലം. ഈ പ്രോബ്ലം എങ്ങനെ നമുക്ക് ഹാർഡ്വയർഡ് കൺട്രോൾ ലോജിക്ക് വെച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് ഇതിൻ്റെ ഒരു ഡീപ്പ് എക്സ്പ്ലനേഷൻ ഒന്ന് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലത്തിന് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ അസ്യൂം ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൽഗോരിതംസ് ഫോർമുലേറ്റ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്രീ പ്രോസസ്സർ പാർട്ട് സ്പെസിഫൈ ചെയ്യുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യാം. സോ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ആൻഡ് ഇനീഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ ഈസ് നെസസറി ഇൻ ഓർഡർ ടു ഫോർമുലേറ്റ് ദി ഡിസൈൻ അൽഗോരിതം in terms of register transfer method. The algorithm is formulated by means of a flow chart that specifies the sequence of micro operations of the system. Once we have a list of micro operations, we choose the direct function necessary for their implementation. In essence, this supplies the data processor part of the system. The control is then designed to sequence the required micro operations in the data processor. The control logic is derived in this section is a hardwired control of the flip-flopper state method. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഫ്ലിപ്പ്-ഫ്ലോപ്പർ സ്റ്റേറ്റ് മെത്തേഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത് ഈ ഹാർഡ്വെയർ ലോജിക്ക്. ദിസ് ഡിസൈൻ റെപ്രസെൻറ്റ്സ് ഹിയർ ഇസ് യൂസ്ഡ് അഗെയിൻ ഇൻ ദി നെക്സ്റ്റ് സെക്ഷൻ ടു ഡെമോൺസ്ട്രേറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. അപ്പോൾ നമുക്ക് അടുത്ത കേസസിൽ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഓരോ കേസസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. അതിനുശേഷം നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഞാനിവിടെ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻ അൽഗോരിതം വാസ് സ്റ്റാർട്ടഡ് ഫോർ ദി അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ബൈനറി ഫിക്സ്ഡ് പോയിന്റ് നമ്പേഴ്സ്. ഒരു ബൈനറി ഫിക്സ്ഡ് പോയിന്റ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും വെൻ നെഗറ്റീവ് നമ്പേഴ്സ് ആർ ഇൻ ട്യൂസ് കോംപ്ലിമെൻറ്റ് ഫോം. അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുന്ന നെഗറ്റീവ് നമ്പേഴ്സൊക്കെ ട്യൂസ് കോംപ്ലിമെൻറ്റ് ഫോമിലാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബൈനറി ഫിക്സ്ഡ് പോയിന്റ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനുമാണ് പെർഫോം ചെയ്യാനുള്ളത്. ഇതൊരു ഹാർഡ്വയർഡ് കൺട്രോൾ ലോജിക്ക് വെച്ചിട്ടാണ് പെർഫോം ചെയ്യാനുള്ളത്. അപ്പോൾ ദ പ്രോബ്ലം ഹിയർ ടു ഇംപ്ലിമെൻറ്റ് വിത്ത് ഹാർഡ്വെയർ ദ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫിക്സ്ഡ് പോയിന്റ് ബൈനറി നമ്പേഴ്സ് റെപ്രസെൻറ്റഡ് ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സും സൈൻ മാഗ്നിറ്റ്യൂഡിലായിരിക്കും. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ട്യൂസ് കോംപ്ലിമെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ കോംപ്ലിമെൻറ്റ് അരിതമെറ്റ് മേ ബി യൂസ്ഡ് ടു പ്രൊവൈഡ് ഫൈനൽ റിസൾട്ട് ഈസ് ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. ദ അഡീഷൻ ഓഫ് ടു നമ്പേഴ്സ് സ്റ്റോർഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് ഫൈനൈറ്റ് ലെങ്ത് മേ റിസൾട്ട് ഇൻ ദി സം that exceed the storage capacity of the register by 1 bit. This extra bit is said to cause an overflow. This circuit must be provide flip-flop for storing possible overflow bit. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമുക്ക് അഡീഷണൽ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണ് പെർഫോം ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് സൈൻ നോക്കിയിട്ട് ഇത് അഡീഷണൽ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതാണ് നോർമലി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ
ക്വസ്റ്റൻ എന്ന് പറയുന്നത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ബൈനറി ഫിക്സ്ഡ് പോയിൻറ്റ് നമ്പേഴ്സ് ആണ്. അതിന് നമുക്ക് ഡിഫറെൻറ്റ് വേസിലൂടെ ഹാർഡ്വെയർ ആർക്കിടെക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലേ. ഇനി അതിൻ്റെ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷനാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ബൈനറി ഫിക്സ്ഡ് പോയിൻറ്റ് നമ്പേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം നമ്മളെ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്തു അല്ലേ. പ്രോബ്ലം എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ഈ പ്രോബ്ലത്തിൻ്റെ ബേസിസിലാണ് നമ്മളിതിൻ്റെ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ ഈസ് അസ്യൂംഡ് എന്നാണ്. അപ്പോൾ ഞാനിതിൻ്റെ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ വരയ്ക്കാൻ പോവുകയാണ്. എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി നമുക്കിവിടെ കിട്ടുന്നത് ഏറ്റവും ബേസിക് കോമ്പണൻ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എനിക്ക് വേണം അല്ലേ, ALU. ഇതാണ് ALU എന്ന് അസ്യൂം ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് 2 രജിസ്റ്റേഴ്സ് വേണം. ഫസ്റ്റ് രജിസ്റ്ററിനെ ഞാൻ എന്ത് റെപ്രസെൻ്റ് ചെയ്യും? ഫസ്റ്റ് രജിസ്റ്ററിനെ ഞാൻ A രജിസ്റ്റർ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. സെക്കൻഡ് രജിസ്റ്ററിനെ B രജിസ്റ്റർ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇത് ആക്ച്വലി A രജിസ്റ്ററാണ്. A രജിസ്റ്റർ ഇതേതാണ്? B രജിസ്റ്ററാണ്. അപ്പോൾ A രജിസ്റ്ററും B രജിസ്റ്ററിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ടും സെക്കൻഡ് ഇൻപുട്ടും കൊടുക്കും. ഇതിൻ്റെ സൈൻ ഡിറ്റർമിൻ ചെയ്യാൻ ഞാൻ അഡീഷണലി ഒരു പാർട്ടും കൂടി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നോർമലി ഇത് AS എന്നും ഇത് നമുക്ക് BS എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഇത് ആക്ച്വലി ഇതിൻ്റെ സൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് എവിടെയെങ്കിലും ഓവർഫ്ലോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഓവർഫ്ലോ സ്റ്റോർ ചെയ്യാൻ ഞാൻ E എന്നുള്ളൊരു രജിസ്റ്റർ ഇവിടെ സ്പെസിഫിക്കലി യൂസ് ചെയ്യുന്നു. E എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ആണ് കേട്ടോ. ഇതിന് പുറമെ എനിക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർമലി വേണ്ടത്. അതുപോലെ തന്നെ ഒരു കൺട്രോൾ ലോജിക്കും എനിക്ക് വേണം. ഒരു കൺട്രോൾ ലോജിക്കും സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് വേണം. ഈ കൺട്രോൾ ലോജിക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ കൺട്രോൾ ലോജിക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ അഡീഷൻ ആണോ? അഡീഷൻ ആണെങ്കിൽ ഞാൻ ഇതിനെ QA എന്ന് റെപ്രസെൻ്റ് ചെയ്യും അഡീഷൻ ആണെങ്കിൽ ഇൻപുട്ടിനെ. അല്ലെങ്കിൽ ഞാൻ QS എന്ന് റെപ്രസെൻ്റ് ചെയ്യും നമ്മൾ ചെയ്യുന്നത് ഏതാണെങ്കിൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ. ഓക്കെ, ഈ ഓപ്പറേഷൻ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിതിനെ X എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓപ്പറേഷൻ ടെർമിനേറ്റർ അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നോർമലി ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് വേണ്ട എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 സൈൻ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ A രജിസ്റ്ററും B രജിസ്റ്ററും സ്റ്റോർ ചെയ്യും. അതിൻ്റെ സൈൻ റെപ്രസെൻ്റ് ചെയ്യാൻ AS BS എന്നുള്ള 2 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. ഓവർഫ്ലോ ഉണ്ടെങ്കിൽ അതിനെ ചെക്ക് ചെയ്യാൻ അപ്പോൾ നമുക്ക് പറയാം the 2 sign numbers to be added or subtracted contain n bits. The magnitude of the number contain k equal to n minus 1 bits and stored in the register A and B. അപ്പോൾ എന്താണ്? n-1 ആണെങ്കിൽ n നമ്പേഴ്സ് നമ്മൾ ബിയിൽ സ്റ്റോർ ചെയ്യും ആ രീതിയിൽ അല്ലേ. ദ സൈൻ ബിറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ ദി ഫ്ലിപ്പ് ഫ്ലോപ്സ് AS ആൻഡ് BS. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫിഗർ ഷോസ് ദ രജിസ്റ്റേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് എക്യുപ്മെൻറ്റ്. ദ ALU പെർഫോം അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് ദ 1-bit രജിസ്റ്റർ E serves as overflow flip flop. ഓവർഫ്ലോനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ E യൂസ് ചെയ്യുന്നത്. ദ ഔട്ട്പുട്ട് ക്യാരി ഓഫ് ദി ALU is transferred to E. ഇങ്ങനെയാണ് നോർമലി നമുക്കിതിൻ്റെ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ വരിക. ഇതിന് പുറമെ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് 2 numbers and their sign have been transferred to their respective registers and that result of operation is to be available in registers A and AS. 2 input signals in the control specify add അതിനെ QA എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു, സബ്ട്രാക്റ്റിനെ QS എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. The output variable X indicates the end of the operation. The control logic communicate with the outside the environment through input and output variable. The control recognizes the signal QA or QS and provide the required operation. Upon the completion of the operation, the control informs the external environment with the output X that the sum or difference in the register A and the AS and that the overflow bit is E. അതായത് ഔട്ട്പുട്ട് എക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേഷൻ ടെർമിനേറ്റ് ആകുമ്പോഴാണ് എക്സ് എന്നുള്ള ഔട്ട്പുട്ട് എന്താവുന്നത്, ആക്റ്റീവ് ആവുന്നത്. ഇതാണ് നോർമലി ഇതിൻ്റെ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ബ്രീഫായിട്ടുള്ള ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. ഇവിടെ A രജിസ്റ്ററും B രജിസ്റ്ററും യൂസ് ചെയ്തു, ASഉം BSഉം യൂസ് ചെയ്തു. ഓവർഫ്ലോ ചെക്ക് ചെയ്യാൻ നമ്മൾ E എന്നുള്ള രജിസ്റ്റർ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു കൺട്രോൾ ലോജിക്ക് യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാർഡ്വെയർഡ് കോൺഫിഗറേഷൻ്റെ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അൽഗോരിതംസിൻ്റെ ഡെറിവേഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ
പ്രോബ്ലത്ത് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അൽഗോരിതം ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ അൽഗോരിതം ഫോർമുലേറ്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് ചെയ്യാനുള്ളത് സൈൻഡ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനുമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് 8 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. പ്ലസ് ഓർ മൈനസ് എ, പ്ലസ് ഓർ മൈനസ് ബി, അതായത് പ്ലസ് എ പ്ലസ് ബി പ്ലസ് എ, അതായത് ഇങ്ങനെ അല്ലേ, ഇത് 8 എങ്ങനെ വരിക? പ്ലസ് എ പ്ലസ് ബി ഫസ്റ്റ് കേസ്, പ്ലസ് എ പ്ലസ് മൈനസ് ബി സെക്കൻഡ് കേസ്, ഇതുപോലെ മൈനസ് എ പ്ലസ് ബി തേർഡ് കേസ്, മൈനസ് എ പ്ലസ് മൈനസ് ബി അടുത്ത കേസ്. ഇങ്ങനെ 8 കേസ് മൊത്തം വരില്ലേ? ഇങ്ങനെ 8 കേസുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് എ മൈനസ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എ പ്ലസ് മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ അൽഗോരിതംസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എയും ബിയും ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് 8 ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഇവിടെ പോസിബിളാണ്. അതാണ് നമ്മൾ അൽഗോരിതത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിസിൽ നമുക്ക് അൽഗോരിതം ഡിറൈവ് ചെയ്യാം. വെൻ ദ സൈൻസ് ഓഫ് എ ആൻഡ് ബി ആർ സെയിം, we add that to magnitude and sign of the result is same as the common sign. അപ്പോൾ നമ്മൾ എയും ബിൻ്റെയും സൈന് സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതായത് പ്ലസ് എ പ്ലസ് ബി ആണെങ്കിൽ എ പ്ലസ് ബി നമ്മൾ ആഡ് ചെയ്യും. മൈനസ് എ മൈനസ് ബി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? മൈനസ് എയും മൈനസ് ബിയും നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. വെൻ ദ സൈൻസ് ഓഫ് എ ആൻഡ് ബി ആർ നോട്ട് സെയിം, we subtract the smaller number from larger number and sign of the result is the sign of larger number. അപ്പോൾ രണ്ടും സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, രണ്ടും സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഓക്കെ, ദിസ് എവിഡൻറ്റ് ഫ്രം ദി ഫോളോയിങ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പ്ലസ് എ പ്ലസ് ബി എന്നുള്ളത് പ്ലസ് ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതാം. ഇതുപോലെ മൈനസ് എ പ്ലസ് മൈനസ് ബി എന്നുള്ളത് മൈനസ് ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതാം. അല്ല, അപ്പോൾ ഈ 2 കേസിൽ നമുക്ക് അഡീഷൻ ആവും ചെയ്യാനുണ്ടാവുക. പിന്നെ പ്ലസ് എ പ്ലസ് മൈനസ് ബിയും മൈനസ് എ പ്ലസ് ബിയും വരികയാണെങ്കിൽ നമുക്കിവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഒരു കണ്ടീഷൻ കിട്ടും, എ ലെസ് ദാൻ ബി ആണെങ്കിൽ വേറൊരു കണ്ടീഷൻ കിട്ടും. ഇവിടെ അതുപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ ബിയിലൊരു കണ്ടീഷനും എ ലെസ് ദാൻ ബിയിലൊരു കണ്ടീഷനും. അപ്പോൾ ഇങ്ങനെയാണ് നോർമലി നമുക്കിതിൻ്റെ അൽഗോരിതംസ്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് അൽഗോരിതംസ് ഡിറൈവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് ഹാർഡ്വെയർഡ് ആർക്കിടെക്ചർ പഠിക്കാനുള്ളത്. അപ്പോൾ ഹാർഡ്വെയർഡ് എന്ന് പറയുന്നത് ഞാൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു വളരെ ബ്രീഫായിട്ട്. ഇതിൽ ഓൾറെഡി ഞാനിതിൻ്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു, ഇതിൻ്റെ ഇനീഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ ഡിസൈൻ ചെയ്തു, അതിൻ്റെ അൽഗോരിതം ഫോർമുലേഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഗോരിതം ഫോർമുലേഷൻ നമുക്ക് ഒരു ബ്രീഫായിട്ടുള്ള ഫ്ലോ ചാർട്ട് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡാറ്റ പ്രോസസ്സർ പാർട്ട് സ്പെസിഫൈ ചെയ്യണം, അതിൻ്റെ കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ അൽഗോരിതം തൊട്ടുള്ള പാർട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അത് ബ്രീഫായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമുക്ക് ബാക്കി ഇതിൻ്റെ കൺട്രോൾ ലോജിക്കൊക്കെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചു, അതിൻ്റെ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ പറഞ്ഞു, ഇതിൻ്റെ അൽഗോരിതംസ് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഫ്ലോ ചാർട്ട് പഠിക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫ്ലോ ചാർട്ടിന് ശേഷം നമുക്കതിൻ്റെ ഡാറ്റ പ്രോസസ്സർ സ്പെസിഫിക്കേഷൻസ് എങ്ങനെ ചെയ്യുന്നു എന്ന് പറയാം. ഇതിൻ്റെ ബേസിൽ നമുക്കൊരു സ്റ്റേറ്റ് ഡയഗ്രാം പഠിക്കാനുണ്ട്. ഈ സ്റ്റേറ്റ് ഡയഗ്രാമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തതിൻ്റെ കണ്ടിന്യൂസ് പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹാർഡ്വെയറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.